ഹലോ വാട്സ്ആപ്പ് ഗൈസ്, വെൽക്കം ബാക്ക്. സോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മച്ചാമാർ, നമ്മുടെ ഇന്നത്തെ ഒരു ടോപ്പിക് എന്ന് വെച്ചാൽ ഇൻട്രസ്റ്റിംഗ് ആയ ടോപ്പിക്കാണ്. മച്ചാമാർ, നമ്മുടെ ഇന്നത്തെ ഒരു ടോപ്പിക് എന്താണെന്ന് നിങ്ങൾ തംബ്നെയിലിൻ്റെ എല്ലാം കണ്ടു കാണും. വേറൊന്നുമല്ല, ബെസ്റ്റ് ക്യാരക്ടർ കോമ്പിനേഷൻ ഫോർ ഹെഡ് ഷോട്ടിനെ കുറിച്ചാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. മച്ചാമാർ, ഈ ക്യാരക്ടർ കോമ്പിനേഷൻ്റെ വേറെ ഒന്നും വേണ്ട ഐസം, നിങ്ങൾക്ക് ഈസിലി തന്നെ ഹെഡ് ഷോട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ തൊടുന്ന എല്ലാ റെഡ് നമ്പേഴ്സ് ആയിരിക്കും. അത് മാത്രമല്ല ഐസ്, ഓക്കെ, സോ നിങ്ങൾക്ക് ഏതൊരു എനിമി, ഏതൊരു പ്രോ പ്ലെയർ വന്നാലും ഈസിലി ആയിട്ട് തന്നെ ഐസ് നിങ്ങൾക്ക് ഡൗൺ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ക്യാരക്ടർ കോമ്പിനേഷൻ ആണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. പല ആൾക്കാരും പറയുന്നുണ്ട് ഈസോ എൻ്റെ ഗെയിം പ്ലേ ഇതിനകത്ത് കാണിക്കുന്നില്ല. ഓക്കെ, സോ ഞാൻ ഹെഡ് ഷോട്ട് അടിയുന്ന ഗെയിം പ്ലേ ഒന്നും കാണിക്കുന്നില്ലെന്ന്. സോ അതെല്ലാം ഈസോ ഈ ഒരു വീഡിയോക്ക് അതോട് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സോ അതാണ് ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, എന്തായാലും കേസോ ഈ 4 ക്യാരക്ടർ നിങ്ങൾ യൂസ് ചെയ്യുവാണെങ്കിൽ പക്ഷെ അമ്മ എതുവരെ വന്നാലും കേസോ നിങ്ങൾക്ക് ഈസിലി തന്നെ ഹെഡ് ഷോട്ട് അടിക്കാൻ പറ്റും. നിങ്ങളുടെ റേറ്റ് ഓഫ് ഫയറും കാര്യങ്ങളൊക്കെ നല്ല ടൈം കൂടുന്ന ഒരു ക്യാരക്ടർ കോമ്പിനേഷൻ ആണ് ഈസോ എന്തായാലും നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, എന്തായാലും കേസോ നിങ്ങൾ വീഡിയോ ഒരിക്കലും സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അത് മാത്രമല്ല, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ഒന്നും നോക്കേണ്ട, നേരെ പോയി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്യുക. എന്നിട്ട് ഒരു ബെൽ ബട്ടൺ ഓൺ ആക്കി വെച്ച് നമ്മുടെ ഫാമിലി ജോയിൻ ചെയ്യുക. സോ അധികം പറഞ്ഞത് ലാഗ് അടിപ്പിക്കുന്നില്ല, നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ സോ നമ്മൾ ഹെഡ് ഷോട്ടിന് മെയിൻ ആയിട്ട് യൂസ് ചെയ്യാൻ പോകുന്ന ക്യാരക്ടർ ഈസും ഈ ഒരു വീഡിയോയുടെ ഇടയ്ക്കോ അവസാനമോ കാണിക്കുന്നയാൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക. എന്തായാലും ദിവസം നമ്മൾ ഫസ്റ്റ് തന്നെ യൂസ് ചെയ്യാൻ പോകുന്ന ഒരു ക്യാരക്ടറാണ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ അത് നമ്മുടെ DB എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടറാണ്. പക്ഷെ നമ്മുടെ ഒരു DB എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ വേറെ ലെവൽ തന്നെയാണ്. ഓക്കെ, സോ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമായിരിക്കും കേസ് നമ്മൾ മൂവ് ചെയ്യുന്ന എനിമിയെ അടിക്കാൻ വേണ്ടിയിട്ട് നൽകിയ പാടും കാര്യങ്ങളൊക്കെയാണ്. സോ ആ ഒരു ടൈമിൽ നമുക്ക് ഹെഡ് ഷോട്ടും കാര്യങ്ങളൊന്നും കയറാറില്ല. ഓക്കെ, മച്ചന്മാർ ഈ ഒരു DB എന്ന് പറയുന്ന ഒരു സ്കിൽ നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ നമ്മുടെ മൂവ്മെന്റ് സ്പീഡ് കൂടുന്നതിനനുസരിച്ച്, ഓക്കെ, സോ നമ്മുടെ മൂവ്മെന്റ് സ്പീഡ് കൂടുന്നതിനനുസരിച്ച് നമ്മുടെ ഹെഡ് ഷോട്ട് റേറ്റും കൂടുന്നത്. ആക്യുറസി എന്ന് വെച്ച് കഴിഞ്ഞാൽ 45% കൂടുന്നത്. ഓക്കെ, സോ ഹെഡ് ഷോട്ട് അടിക്കാൻ വേണ്ടി ഏറ്റവും മെയിൻ ആയിട്ട് വേണ്ടിയെന്ന് വെച്ചാൽ ആക്യുറസി ആണ്. അത് 45% കൂടുന്നത്. അത് മാത്രമല്ല, റേറ്റ് ഓഫ് ഫയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 20% കൂടുന്നത്. ചുരുക്കം പറയുവാണെങ്കിൽ ഈ ഒരു ക്യാരക്ടർ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എത്രത്തോളം മൂവ് ചെയ്യുന്നു അത്രത്തോളം നമുക്ക് ആക്യുറസിയും റേറ്റ് ഓഫ് ഫയറും കൂടുന്നുണ്ടാവും. അതുകൊണ്ട് തന്നെ ഹെഡ് ഷോട്ടും ഈസിലി ആയിട്ട് തന്നെ കയറുന്നുണ്ടാവും. സോ ഇതാണ് ഈസ് നമ്മുടെ ഫസ്റ്റിലത്തെ ഒരു ക്യാരക്ടർ എബിലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ മച്ചന്മാർ, നിങ്ങളുടെ ഫോണിന്റെ സെൻസിറ്റിവിറ്റി, എയിമിങ്, ആക്യുറസിയും കാര്യങ്ങളൊക്കെയാണ് ഈസും നമ്മുടെ ഈ ഒരു ഹെഡ് ഷോട്ടും കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്. മച്ചന്മാർ, നിങ്ങളുടെ ലോ എൻഡ് ഡിവൈസ് ആണെങ്കിൽ ഈസ് നിങ്ങൾ പരമാവധി 100 തന്നെ ഇടാൻ വേണ്ടി ശ്രമിക്കുക നിങ്ങളുടെ സെൻസിറ്റിവിറ്റി. അത് നിങ്ങളുടെ ഹൈ എൻഡ് ഡിവൈസ് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഈസ് നിങ്ങൾ 85 എബോവ് ഈസും നിങ്ങൾ ഇടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നമ്മുടെ ഹെഡ് ഷോട്ടിന്റെ എല്ലാം ഇരിക്കുന്നത് നമ്മുടെ സെൻസിറ്റിവിറ്റിയിലാണ്. ഓക്കെ, മച്ചന്മാർ, നിങ്ങളുടെ സെൻസിറ്റിവിറ്റി നിങ്ങളുടെ ഫോണിനനുസരിച്ച് എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് ഓൾറെഡി തന്നെ നമ്മൾ വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. മച്ചന്മാരെ കണ്ടിട്ടില്ലേ, പോയി ജസ്റ്റ് ഒന്ന് കണ്ടേക്കുക. സോ എയിമിംഗ് നല്ലിക്കുന്ന ഒരു ഫാക്ടറാണ്. നിങ്ങൾ എയിമിംഗ് കൂട്ടാൻ വേണ്ടിയിട്ട് സോ നിങ്ങൾ ഫയർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ മൂവ് ചെയ്യാതിരിക്കുക. ഓക്കെ, സോ പിന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈസോ നിങ്ങളുടെ ആക്യുറസിയും കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ ആക്യുറസി കൂട്ടാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ലതെന്ന് വെച്ചാൽ അത് ക്യാരക്ടേഴ്സ് തന്നെയാണ്. രണ്ടാമത് യൂസ് ചെയ്യാൻ പോകുന്ന ക്യാരക്ടറിന്റെ പേരാണ് ദാഷ എന്ന് പറയുന്ന ഈ ഒരു ക്യാരക്ടർ. ഇതിന് 4 അഡ്വാൻറ്റേജ് ആണ് ഉള്ളത്. പക്ഷെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈസോ നമ്മുടെ റീകോയിൽ കാര്യങ്ങളൊക്കെ 10% കുറയ്ക്കുന്നുണ്ടാവും. അത് മാത്രമല്ല, റീകോയിൽ ബിൽഡപ്പ്, അതായത് ഈസോ റീകോയിൽ ഉണ്ടാവുന്നതും 10% കുറയ്ക്കുന്നുണ്ടാവും. അങ്ങനെ ആക്യുറസിയും കാര്യങ്ങളൊക്കെ കൂടുന്നുണ്ടാവും. നമ്മുടെ ഗണ്ണിനകത്ത് റീകോയിൽ എത്രത്തോളം ഉണ്ടോ സോ അത്രത്തോളം ഗണ്ണിന്റെ ആ ഒരു ബുള്ളറ്റും കാര്യങ്ങളൊക്കെ സ്പ്രെഡ് ആയി പോകുന്നുണ്ടാവും. അങ്ങനെ ആക്യുറസിയും കാര്യങ്ങളൊക്കെ തീരെ മോശമായിരിക്കും നിങ്ങൾക്ക്. മച്ചന്മാർ, അതിനൊരു ഉദാഹരണമാണ് നമ്മുടെ AK എന്ന് പറയുന്ന നമ്മുടെ AK-47 ഗൺ. ഓക്കെ, സോ അതിന് നൽകിയ റീകോയിലാണ്. സോ അതുകൊണ്ടാണ് അതിന് ഹെഡും കാര്യങ്ങളൊക്കെ നൽകിയ കയറാത്തത്. ഇങ്ങനെ ആക്യുറസി കൂട്ടിയിട്ട് നിങ്ങളുടെ ഹെഡ് ഷോട്ടും കാര്യങ്ങളൊക്കെ കൂട്ടാൻ പറ്റും. പിന്നെ നമ്മൾ മൂന്നാമത് യൂസ് ചെയ്യാൻ പോകുന്ന ക്യാരക്ടറാണ് നമ്മുടെ റാഫേൽ എന്ന് പറയുന്നതാണ് ഈ ഒരു ക്യാരക്ടർ. മച്ചന്മാർ, ആ ഒരു മാർക്സ്മാൻ റൈഫിൽ, അതായത് ഇത്രത്തോളം ഗൺസിനും അത് മാത്രമല്ല സ്നൈപ്പർ ഗൺസിനും സൈലൻസർ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് അനേസം ഇത് യൂസ് ചെയ്യുന്ന കിട്ടുന്നതാണ്. ഓക്കെ, സോ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. നമ്മുടെ ക്ലാഷ് കോഡിനും ലോൺ ഫുൾഫിനും സോ ഇത് നമുക്ക് എല്ലാത്തിനും നമുക്ക് ഈ ഒരു ക്യാരക്ടർ യൂസ് ചെയ്യാൻ പറ്റും. എനിമീസിനെ കൺഫ്യൂഷൻ അടുപ്പിക്കുന്ന ഒരു രീതിയിലുള്ള ഒരു ക്യാരക്ടറാണ് ഇത്. ഓക്കെ, സോ അതിൽ ഏറ്റവും ബെസ്റ്റ് ക്യാരക്ടറാണ് ഇത്. പക്ഷേ എനിമീസിനെ നമ്മൾ കൺഫ്യൂഷൻ അടിപ്പിക്കുന്ന സമയത്ത് അവർക്ക് ആലോചിക്കാൻ ഈ സമയം നമ്മൾ കൊടുക്കുന്നില്ല. സോ അതിനുള്ളിൽ നമ്മൾ ഹെഡ് ഷോട്ടും കാര്യങ്ങളൊക്കെ അടിക്കുന്നുണ്ടാവും. പക്ഷേ നിങ്ങൾക്ക് പലർക്കും എക്സ്പീരിയൻസ് ചെയ്തൊരു കാര്യമായിരിക്കും. നമുക്കാണെങ്കിൽ സൈലൻസർ വെക്കുന്ന സമയത്ത് കുറച്ചും കൂടി കൂടുതൽ ഹെഡ് ഷോട്ട് കിട്ടുന്നതാണ്. ഒറിജിനലി എങ്ങനെയാണോ നമ്മുടെ ഗണ്ണ് അതുപോലെ തന്നെയാണ് നമ്മുടെ ഫ്രീ ഫയറിലും അത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സോ നമ്മൾ സൈലൻസർ വെക്കുന്ന സമയത്ത് അതിന്റെ സൗണ്ട് ആണെങ്കിലോ അത് മാത്രമല്ല നമ്മുടെ ബുള്ളറ്റ്സും കാര്യങ്ങളൊക്കെ കംപ്രസ് ചെയ്തിട്ടാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ ആക്യുറസിയും കാര്യങ്ങളൊക്കെ നൽകാൻ കൂടുതലാണ്. നിങ്ങൾക്ക് അറിയാവുന്ന ഒരു അറ്റാച്ച്മെന്റ് ആയിരിക്കും നമ്മുടെ മസിൽ എന്ന് പറയുന്ന ഈ ഒരു സാധനം. മച്ചന്മാർ, ഇതുണ്ടെങ്കിൽ ഡാമേജും കാര്യങ്ങളൊക്കെ കൂടുന്നുണ്ടാവും. നമ്മൾ സൈലൻസർ വെക്കുന്ന സമയത്ത് ഇവിടെ നമുക്ക് മസിൽ വെക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് കംപ്രസ് ചെയ്തിട്ട് നൽകിയ ആക്യുറസിയും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു സൈലൻസ് ചെയ്ത ഗണ്ണിസിന് കിട്ടും. നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യമായിരിക്കും നമ്മുടെ BR മാപ്പിനും അതൊക്കെ നമുക്ക് സൈലൻസ് കിട്ടാൻ വേണ്ടിയിട്ട് എത്രത്തോളം പാടും കാര്യങ്ങളൊക്കെ ആണെന്ന്. പക്ഷേ നമുക്ക് അങ്ങനെ കിട്ടാറേ ഇല്ല. ഓക്കെ, സോ നമുക്ക് ഡിഫോൾട്ട് ആയിട്ട് തന്നെ നമുക്ക് സ്കില്ല് നമുക്ക് ഇതുവരെ എക്വിപ്പ് ചെയ്യാൻ വേണ്ടി പറ്റും. അത് മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞു സോ നമുക്ക് ഇതുവഴി തന്നെ എനിമീസിനെ കൺഫ്യൂഷൻ അടുപ്പിക്കാമെന്ന്. സോ ആ ഒരു ലാഗ് നമുക്ക് കിട്ടുന്നതുകൊണ്ട് തന്നെ ആ ഒരു ടൈമിൽ ഈസി ആയിട്ട് നമുക്ക് ഹെഡ് ഷോട്ട് പോകുന്നുണ്ടാവും. സോ അതാണ് നമ്മുടെ ഈ ഒരു റാഫേൽ ക്യാരക്ടറിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഓക്കെ, സോ മസ്റ്റ് ആയിട്ട് നിങ്ങൾ യൂസ് ചെയ്യേണ്ട ഒരു ക്യാരക്ടറാണിത്. സോ നമുക്ക് ഏറ്റവും ലാസ്റ്റ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു
ക്യാരക്ടർ നോക്കാം. നമ്മുടെ ഹെഡ് ഷോട്ട് കോമ്പിനേഷനകത്ത് ഏറ്റവും മെയിൻ ആയിട്ടുള്ള ക്യാരക്ടറാണ് നമ്മുടെ വൂക്കോങ് എന്ന് പറയുന്ന ഈ ഒരു ക്യാരക്ടർ. മച്ചാന്മാര് നിങ്ങളിപ്പം ചോദിക്കുന്നുണ്ടാവും എന്താണ് ഈസോ നമുക്ക് വൂക്കോങ് ആണ് കിട്ടിയുള്ളൂ എന്നൊക്കെ ചോദിക്കുന്നുണ്ടാവും. മച്ചാന്മാർ നമുക്ക് ഹെഡ് ഷോട്ട് അടിക്കാൻ ഇതിലും നല്ലൊരു ക്യാരക്ടർ നമ്മുടെ ഗെയിമിനകത്തില്ല. ഓക്കെ, സോ അത്രത്തോളം നമുക്ക് അഡ്വാൻറ്റേജ് തരുന്ന ഒരു ക്യാരക്ടറാണ് നമ്മുടെ വൂക്കോങ് ക്യാരക്ടർ. നമ്മൾ ഈ ഒരു സ്കില്ല് ഓൺ ആക്കുന്ന സമയത്ത് എനിമീസിന് നമ്മളെ ഇങ്ങോട്ട് ക്രോസ് ഹെയർ വെച്ച് ഓട്ടോ എയിമിങ് ചെയ്യാൻ പറ്റത്തില്ല. അത് ദിവസം അവർക്ക് റെഡ് ഡോട്ട് കാണിക്കത്തില്ല. ഓക്കെ, സോ നമുക്ക് സാധാരണ ദിവസം നമ്മൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈസിയിൽ തന്നെ കില്ലാവുന്നുണ്ടാവും. ഓക്കെ, സോ നിങ്ങളിപ്പോൾ നോക്കുക അവർക്കാണ് അഡ്വാൻറ്റേജ് കൂടുതൽ. മച്ചന്മാർ നമ്മളിപ്പം വ്യൂകോങ്ങിന്റെ ഈ ഒരു സ്കില്ല് നമ്മൾ യൂസ് ചെയ്യുന്ന വഴിക്ക് നമ്മുടെ പൊസിഷൻ നമുക്ക് പെട്ടെന്ന് നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റും. സോ അവരെ ഈസി ആയിട്ട് തന്നെ ഹെഡ് ഷോട്ടും കാര്യങ്ങളൊക്കെ അടിക്കാൻ പറ്റും. അത് മാത്രമല്ല നമ്മൾ ഒരു എനിമി നോക്ക് ചെയ്യുന്ന സമയത്ത് പിന്നീടും നമുക്ക് ഈ ഒരു വൂകോങ്ങിന്റെ എബിലിറ്റി യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് മാത്രമല്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഇങ്ങോട്ട് ഓട്ടോ എയിമിങ് കിട്ടാതെ നമുക്ക് മൂവ് ചെയ്യുന്ന എനിമീസിനെ നമുക്ക് സ്വന്തമായിട്ട് കവർ ചെയ്തിട്ട് നമുക്ക് ഫയർ ചെയ്യാൻ വേണ്ടി പറ്റും. സോ ഇൻ കേസ് നമുക്ക് ആ ഒരു ഫയർ മിസ് ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ വൂകോങ്ങിന്റെ എബിലിറ്റി തിരിച്ചു വരുന്നുണ്ടാവും. സോ ആ ടൈമിൽ നിങ്ങൾക്ക് ഗ്ലൂ വാൾ ചെയ്ത് നിങ്ങൾക്ക് തന്നെ പ്രൊട്ടക്ട് ചെയ്യാം. ഇതാണ് നമ്മുടെ 4 ബെസ്റ്റ് ക്യാരക്ടേഴ്സ് ഫോർ ഹെഡ് ഷോട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഓക്കെ, സോ നിങ്ങൾ മസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുക. സോ ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് ഇത് തന്നെയാണ്, നമ്മുടെ വൂകോങ് എന്ന് പറയുന്ന ക്യാരക്ടർ തന്നെയാണ്. ഓക്കെ, എന്നാലും നേരത്തെ നമ്മൾ ക്യാരക്ടർ കോമ്പിനേഷൻ്റെ വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് യൂസ് ചെയ്തിട്ട് പലർക്കും അഡ്വാൻറ്റേജ് കിട്ടിയിട്ടുണ്ട്. സോ ഇതും നിങ്ങൾ അതുപോലെ തന്നെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, സോ ട്രൈ ചെയ്തിട്ട് നമ്മുടെ കമന്റ് സെക്ഷനുമായിട്ടൊന്ന് അറിയിച്ചേക്കുക. ഓക്കെ, സോ നിങ്ങളുടെ എക്സ്പീരിയൻസ് നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും നിങ്ങൾ കമന്റ് സെക്ഷനുമായിട്ടൊന്ന് അറിയിച്ചേക്കുക. നമ്മൾ ഈ ഒരു വീഡിയോക്ക് ടാർഗറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ 3K ലൈക്കാണ്. സോ അതെത്തുന്ന സമയത്ത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വേറൊരു വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അത് നിങ്ങൾ പറയുന്നത്. ഓക്കെ, എന്തായാലും അതൊന്ന് എത്തിച്ചേക്കുക. അത് മാത്രമല്ല ഇതുവരെയായിട്ട് നിങ്ങൾ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്യുക. എന്നിട്ട് ആ ഒരു ബെൽ ബട്ടൺ ഓൺ ആക്കി വെച്ച് നമ്മുടെ ഫാമിലി ജോയിൻ ചെയ്യുക. ഓക്കെ, സോ അടുത്തൊരു വീഡിയോ കൂടി കാണുന്നവരേക്കും മിക്സ് മീസ് ഓൾ ഗെയിം സൈനിങ് ഓഫ്. ബൈ ഗൈസ്, ലവ് യു ആൾ, പീസ് ഔട്ട്.